ഹലോ ഓൾ, ഈസി സിനിട്ടോ. അപ്പം മെയ് 1 തീയതിയായിട്ട് മലയാളി ഫ്രം ഇന്ത്യ കണ്ടിട്ട് വന്നിട്ടിരിക്കുകയാണ്. ഡിജോ ജോസ് ആന്റണിയുടെ ഡയറക്ഷനിൽ ഷാരിസ് മുഹമ്മദ് എഴുതി വന്നിട്ടുള്ള പടമാണ് മലയാളി ഫ്രം ഇന്ത്യ. ലീഡ് റോൾ ചെയ്തിട്ടുള്ളത് നിവിൻ പോളി, ധ്യാൻ ശ്രീനിവാസനാണ്. ജെയ്ക്സ് ബിജോയാണ് മ്യൂസിക്. സിനിമാറ്റോഗ്രഫി സുദീപ് എലമൺ. എഡിറ്റഡ് ബൈ ശ്രീജിത്ത് സാരംഗ്. ഒരു പിന്നണിയിൽ പ്രവർത്തിച്ചവർ ഇവരൊക്കെയാണ്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ, പടം എനിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ, എനിക്കൊരു ആവറേജ് അബോ ആവറേജ് ആയിട്ട് തോന്നിയ ഒരു ഡീസന്റ് എന്റർടൈനർ ഗണത്തിൽ പെടുത്താൻ പറ്റുന്ന ഒരു മൂവി ആയിട്ട് എനിക്ക് പടം തോന്നി. ഇതൊരു പൊളിറ്റിക്കൽ ഡ്രാമ, കോമഡി, ഇമോഷണൽ ആയിട്ടുള്ള ഒരു മൂവിയാണ്. ഇപ്പം എല്ലാവർക്കും ഒരു വൺ ടൈം വാച്ച് ആയിട്ടുള്ള ഒരു മൂവിയാണ് മലയാളി ഫ്രം ഇന്ത്യ. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് ചോദിച്ചാൽ, ഓവറോൾ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും. ഇതിന്റെ ഒരു ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫ് രണ്ടായിട്ട് നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫിനെ കാട്ടിൽ ഫാർ ബെറ്റർ ആണ്. എന്താന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് ഹാഫിൽ വരുന്ന കാര്യങ്ങളും കോമഡി, പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണെങ്കിലും നല്ല രീതിയിൽ അത് വർക്കായിട്ട് നമുക്ക് വരുന്നുണ്ട്. എനിക്കത് വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ കോമഡികൾ കാര്യങ്ങളെല്ലാം വർക്കായിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസ്, ധ്യാൻ ശ്രീനിവാസൻ, നിവിൻ പോളി തമ്മിലുള്ള കോമ്പിനേഷൻ സീനൊക്കെ നല്ലതായിട്ട് വർക്കായിട്ടുള്ളത് കൊണ്ട് ഫസ്റ്റ് ഹാഫിലെ കാര്യങ്ങളെല്ലാം അത്യാവശ്യം നല്ല വെടിപ്പായിട്ട് റെഡി ആയിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴത്തേനും സെക്കൻഡ് ഹാഫിന്റെ ഒരു പകുതിക്ക് മുന്നേ വരെയുള്ള ഭാഗങ്ങളിൽ കോമഡി എലമെന്റ്സ് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. അത് കഴിഞ്ഞ് പോകുമ്പോഴത്തേനും ഒരു ഇമോഷണൽ കാര്യത്തിലോട്ടാണ് പടം പോകുന്നത്. അങ്ങനെ വരുമ്പോഴത്തേനും അത് കുറച്ച് ഫോഴ്സ് ചെയ്ത് നമ്മളിലേക്ക് എത്തിക്കുന്നത് പോലെ തോന്നും. അത് അത്ര ഫിറ്റ് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. എനിക്ക് ആ ഒരു ഭാഗം വന്നപ്പോഴത്തേനും എനിക്ക് അത്ര എൻഗേജ് ചെയ്തിരുന്ന് കാണാനായിട്ട് ഒരു ഇത് പോയി. ഇത്ര ഒരു സെക്കൻഡ് ഹാഫിന്റെ പകുതി കഴിയുമ്പോഴത്തേനും ഒരു ഇമോഷനിലോട്ടാണ് പടം പോകുന്നത്. അപ്പൊ ആ ഒരു ഭാഗങ്ങള് അത്ര അത്ര ഒരു എൻഗേജിങ് ആയിട്ട് തോന്നിയില്ല. നിവിൻ പോളി പുള്ളിയുടെ ക്യാരക്ടർ നല്ല വെടിപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. ജെയ്ക്സ് ബിജോയ് മ്യൂസിക് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ സോങ് BGM എല്ലാം പക്കയായിരുന്നു. ഓരോ സീനും നല്ലതായിട്ട് എലിവേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു സോങ് BGM എല്ലാം. സിനിമാറ്റോഗ്രഫി നല്ലതായിരുന്നു. എഡിറ്റിംഗ് അടിപൊളിയായിരുന്നു. എഡിറ്റിംഗ് സിനിമാറ്റോഗ്രഫി നല്ലതാണ്. VFX ചെയ്തിട്ടുണ്ട്. നല്ല ഒരു എലിയെ കാണിക്കുന്നുണ്ട്. എലിയെ കാണിക്കുന്ന സീനൊക്കെ, എലിയെ പ്ലേസ് ചെയ്തിരിക്കുന്ന നല്ല രീതിയിലാണ്. എലിയെ കാണിക്കുന്നതെല്ലാം നമുക്ക് അത്ര VFX കാര്യങ്ങളൊന്നും മുഴച്ചു നിൽക്കുന്നതായിട്ടൊന്നും തോന്നില്ല. നല്ല വൃത്തിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും തിയേറ്ററിൽ പോയി ഒന്ന് കണ്ട് വരാവുന്ന പടമായിട്ട് എനിക്ക് തോന്നി. അപ്പം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി പടം കാണുക. കൂടുതലൊന്നും പറയാനില്ല. പടം ഒരു ഡീസന്റ് എന്റർടൈൻമെന്റ് ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു മൂവിയാണ്. സെക്കൻഡ് ഹാഫിലെ പകുതി തൊട്ടുള്ള ഒരു ഭാഗം അങ്ങനെ ഒരു ഇമോഷണൽ കാര്യങ്ങൾ വർക്കായിട്ട് തോന്നാഞ്ഞത് കൊണ്ടാണ് ഇങ്ങനൊരു അഭിപ്രായം എനിക്ക് ഉണ്ടായത്. അല്ലെങ്കിൽ അതുകൂടെ അടിപൊളിയായിരുന്നെങ്കിൽ പടം ഫ്ലോപ്പ് ആയിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല. അത് അങ്ങനെ തോന്നി. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി പടം കാണുക. ഓവർ എക്സ്പെക്ടേഷൻ ഇല്ലാതെ പോവുക. എല്ലാവർക്കും നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടാവട്ടെ. അപ്പം ഓക്കെ, താങ്ക് യു.